وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു തക്വീറിലെ 14 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ആ 14 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അന്ത്യനാളിന്റെ ഭയാനകതകളെ കുറിച്ചാണ്. അന്ത്യനാളിന്റെ ഭയാനകതകൾ ഈ 14 ആയത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് അന്ത്യനാള് കാണുന്ന രീതിയിലാണ്, അത്രയും വ്യക്തമായിട്ടാണ് അള്ളാഹു അന്ത്യനാളിന്റെ ഭയാനകതകളെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അലിമത്ത് നഫ്സും മാ അഹ്ളറത്, ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് അന്ന് അറിയും. താൻ ഏതെല്ലാം കർമ്മങ്ങളാണ് മുൻ ജീവിതത്തിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്, അവയിൽ സൽക്കർമ്മങ്ങൾ ഏതൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എത്രയുണ്ട്. ഭൗതികമായ ജീവിതത്തിൽ ദുഷ്കർമ്മത്തിന് വേണ്ടി എത്ര സമയമാണ് ചിലവഴിച്ചത്, ചീത്ത കാര്യങ്ങൾ എത്രയൊക്കെയുണ്ട്, എല്ലാം അവന് തെളിഞ്ഞു കാണും, അവന് കൃത്യമായി ബോധ്യപ്പെടും മനുഷ്യർക്ക് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 15 മുതൽ 18 വരെയുള്ള 4 ആയത്തുകൾ അല്ലാഹു സത്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, പിൻവാങ്ങി പോകുന്നവയെ അഥവാ നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു പറയാ, പിൻവാങ്ങി പോകുന്നവയെ അഥവാ നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അൽ ജവാരിൽ കുന്നസ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവയും, അതുകൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. വല്ലൈലി ഇദാ അസ്അസ്, രാത്രി നീങ്ങുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. വല്ലൈലി, രാത്രി കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. ഇദാ അസ്അസ, അത് നീങ്ങുമ്പോൾ. വസ്സുബ്ഹി, പ്രഭാതം കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. ഇദാ തനഫസ്, പ്രഭാതം വിടർന്നു വരുമ്പോൾ അതുകൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് രാത്രി തിളക്കത്തോടെ പ്രകാശിക്കുന്നതിൻ്റെ മുമ്പ്, രാത്രി
തിളക്കത്തോടെ പ്രകാശിക്കുന്നതിന്റെ മുമ്പ് മറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ, അതേ പ്രകാരം പുലരി വിരിയുന്നതോടെ മറഞ്ഞു പോകുന്ന ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ എന്നിവയെ കൊണ്ടും അതിനു പുറമെ രാത്രിയെ കൊണ്ടും പ്രഭാതത്തെ കൊണ്ടും ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. പിൻവാങ്ങി പോകുന്നവയെ അഥവാ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവയെ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് രാത്രിയെ കൊണ്ടും പ്രഭാതം കൊണ്ടും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താ? ഇന്നഹു, തീർച്ചയായും ഇത്. ശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ, ലഖൗലു റസൂലിൻ കരീം, ലഖൗലു വാക്കാകുന്നു, റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു. അഥവാ വിശുദ്ധ ഖുർആനിന്റെ സത്യത സ്ഥാപിക്കുകയാണ് ഈ സത്യം മുഖേന അല്ലാഹു ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു കൂട്ടലുകളോ കുറക്കലുകളോ ഉണ്ടായിട്ടില്ല. അതിലുള്ളതെല്ലാം സത്യമാണ്. അസത്യമായ ഒന്നും വിശുദ്ധ ഖുർആനിലില്ല. അത്രയും സത്യസന്ധമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഈ സത്യത്തിലൂടെ. അതായത് റഹ്മാനായ റബ്ബിങ്കൽ നിന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടുന്നത് എങ്ങനെയാണ്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ്. നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിങ്കലിൽ നിന്ന് വന്ന് കിട്ടുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വളരെ മാന്യനായ ഒരു ദൈവദൂതനാകുന്നു എന്ന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സ്ഥാപിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും മാന്യനായ ഒരു ദൂതനാകുന്നു എന്നാണ് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല സ്ഥാപിക്കുന്നത്. തുടർന്ന് ذي قوة عند ذي العرش مكين مطاع ثم أمين. ഇനി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വഹി എത്തിച്ചു കൊടുക്കുന്ന ആ മാന്യനായ ആ ദൂതന്റെ ശ്രേഷ്ഠതയാണ് അല്ലാഹു പറയുന്നത്. തുടർന്ന് അദ്ദേഹം ഏറെ ശക്തിയുള്ളവനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ശക്തിയുടയവനാണ്. സിംഹാസനസ്ഥനായ അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളവനുമായ ദൂതന്റെ വാക്കാകുന്നു. അദ്ദേഹത്തിന്റെ മഹത്വം, ആ മലക്കിന്റെ മഹത്വമാണ് അല്ലാഹു പറയുന്നത്. ശക്തിയുള്ളവനും സിംഹാസനസ്ഥനായ അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളവനുമായ ദൂതന്റെ, അത്രയും മാന്യനായ ദൂതന്റെ വാക്കാകുന്നു അത്. മുത്വാഇൻ സമ്മ അമീൻ. മുത്വാഇൻ, സമ്മ അവിടെ അനുസരിക്കപ്പെടുന്നവനും, സമ്മ അവിടത്തിൽ, മുത്വാഇൻ അനുസരിക്കപ്പെടുന്നവനും, അമീൻ ഏറെ വിശ്വസ്തനുമായ ദൂതന്റെ. മുത്വാഇൻ അനുസരിക്കപ്പെടുന്നവൻ, സമ്മ അവിടത്തിൽ, അമീൻ വിശ്വസ്തൻ. മുത്വാഇൻ സമ്മ അമീൻ, അവിടെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമായ ദൂതന്റെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഏറെ വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ സംസാരം തന്നെയാകുന്നു അത്.
അതിൽ വേറെ ഒരാളുടെയും കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രണ്ട് പ്രത്യേകതകൾ അല്ലാഹു തആല എടുത്തു പറയുന്നു. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത ഒന്ന് അദ്ദേഹം ഏറെ ശക്തിമാനാണ്, ലോകാലോകങ്ങളുടെ സിംഹാധിപനായ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനങ്ങളുള്ള മഹാനുമാകുന്നു അദ്ദേഹം. മനസ്സിലായില്ലേ? അതാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിങ്കൽ ഉയർന്ന സ്ഥാനങ്ങളുള്ള മഹാനാകുന്നു. മലക്കുകളുടെ ആവാസ കേന്ദ്രമായ മലഉൽ അഅലയിൽ അനുസരിക്കപ്പെടുന്ന നേതാവുമാകുന്നു. മുത്വാഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്നവനാണ് അദ്ദേഹം, വിശ്വസ്തനാകുന്നു. മലക്കുകളുടെ ആവാസ കേന്ദ്രത്തിനാണ് മലഉൽ അഅല എന്ന് പറയുക. ആ മലഉൽ അഅലയിൽ ഏറെ അനുസരിക്കപ്പെടുന്ന വലിയ നേതാവാകുന്നു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത്, വമാ സ്വാഹിബുകും ബിമജ്നൂൻ. വമാ സ്വാഹിബുകും, അതുകൊണ്ട് ജനങ്ങളെ അറിയണം, വമാ സ്വാഹിബുകും, നിങ്ങളുടെ കൂട്ടുകാരനല്ല ബിമജ്നൂൻ, ഒരിക്കലും അദ്ദേഹം ഒരു ഭ്രാന്തനല്ല. നിങ്ങളുടെ കൂട്ടുകാരൻ പ്രവാചകൻ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിശ്വാസികൾ, മുശ്രിക്കുകൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അള്ളാഹുവിങ്കലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ അള്ളാഹുവിനെ മാത്രമാകണം ആരാധന എന്ന് പറഞ്ഞതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് ഭ്രാന്തനായി ചിത്രീകരിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വമാ സ്വാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ പ്രവാചകൻ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. ഏറ്റവും വലിയ മഹാനും മലക്കുകളുടെ ഇടയിൽ മഹാനും വിശ്വസ്തനും യോഗ്യനുമായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അദ്ദേഹമാണ് വഹിയിലൂടെ എത്തിച്ചു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന അത് അങ്ങനെ തന്നെ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഖുർആൻ വന്നു കിട്ടിയ മാർഗം അങ്ങേയറ്റം സുരക്ഷിതമാണ്, ഏറെ വിശ്വസനീയവുമായ മാർഗത്തിലൂടെയാണ് അള്ളാഹുവിങ്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ വന്നു കിട്ടിയിട്ടുള്ളത്. ഇനിയോ ആ മഹാദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായ മധ്യേ ഓതി കേൾപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു ഭ്രാന്തൻ അല്ല. അദ്ദേഹം ഒരു ഭ്രാന്തനല്ല നിങ്ങൾ വാദിക്കുന്നത് പോലെ. പിന്നെയോ ഏറെ ശക്തിയുള്ളതും മലക്കുകളുടെ ഇടയിൽ പോലും ഏറെ വിശ്വസ്തനും സമ്മതനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും നേരിട്ട് ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത. വലഖദ് റആഉ ബിൽ ഉഫുഖിൽ മുബീൻ. വലഖദ്, തീർച്ചയായും, റആഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. റആ, കണ്ടു, നബി തങ്ങൾ കണ്ടു ജിബ്രീലിനെ. വലഖദ് റആഹു, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ബിൽ ഉഫുഖിൽ മുബീൻ, പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച്. പ്രത്യക്ഷമായ ഉപരിമണ്ഡലത്തിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ജിബ്രീൽ എന്ന ദൂതനെ പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഈ വിഷയം ഒന്നുകൂടെ.
മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട വിഷയം, അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. സൂറത്തുൻ നജ്മിൽ നമ്മൾ പഠിച്ചതാണ്. ഏറെ ശക്തിമത്തായ കഴിവുള്ളവനാണ് ജിബ്രീൽ എന്ന മലക്ക്. കഴിവുള്ളവനാണ്, അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും ശക്തിമാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്. കരുത്തുള്ള ഒരു വ്യക്തി. അങ്ങനെ അദ്ദേഹം സാക്ഷാൽ രൂപത്തിൽ നിലകൊണ്ടു. അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു ജിബ്രീൽ. പിന്നെ അദ്ദേഹം അടുത്തടുത്തു വന്നു. അങ്ങനെ കൂടുതൽ അടുത്തു. അങ്ങനെ അദ്ദേഹം 2 വില്ലുകളുടെ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അള്ളാഹു തന്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി എന്ന് അള്ളാഹു തആല സൂറത്തുൻ നജ്മിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു സാക്ഷാൽ രൂപമുണ്ട്. 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് ഹിറാ മലയിൽ വെച്ചാണ്, മറ്റൊന്ന് മിഅ്റാജ് രാത്രിയിൽ. ഇങ്ങനെ 2 പ്രാവശ്യമേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവയിൽ ഒന്നാമത്തെ കാഴ്ചയെക്കുറിച്ചാണ് സൂറത്തു തക്വീറിലെയും സൂറത്തു നജ്മിലെയും ഇത്തരം വചനങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് ഒന്നാമതായി മലക്ക് മുഖേന വഹി ലഭിച്ചതും അപ്പോൾ സൂറത്തുൽ അലഖ് അവതരിച്ചതുമെല്ലാം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതും നാം കേട്ടതും പഠിച്ചതും ഒക്കെയാണ്. ഏറെ പ്രസിദ്ധമായ ഒരു വിഷയമാണത്, അല്ലെ? ഹിറാ ഗുഹയിൽ വെച്ച് മലക്ക് മുഖേന വഹി ലഭിച്ചു. അങ്ങനെ സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി 5 ആയത്തുകൾ അവതരിച്ചു. പിന്നീട് കുറെ ദിവസത്തേക്ക് വഹി വന്നില്ല. വഹി വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവേശവും ആ മഹാ അനുഗ്രഹം നിന്നുപോയതിനെ കുറിച്ചുള്ള വല്ലാത്ത ഒരു ആശങ്കയും കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു അസ്വസ്ഥത, എന്തെന്നില്ലാത്ത വല്ലാത്ത മാനസികമായ ഒരു അസ്വസ്ഥത തോന്നുകയും വല്ല കുന്നിൻ മുകളിലും കയറി താഴെ വീണു മരണപ്പെട്ടെങ്കിലോ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയിരുന്നു എന്നും, ഇങ്ങനെയുള്ള അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന ചില വാക്കുകൾ, അശരീരി ശബ്ദം അവിടുന്ന് കേൾക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ മനസ്സിൽ വല്ലാത്ത സമാധാനമുണ്ടാകും. വീണ്ടും മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ സാക്ഷാൽ രൂപം അദ്ദേഹത്തിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഉപരിമണ്ഡലത്തിൽ ഒരു പീഠത്തിലായിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രത്യക്ഷനായത്. അദ്ദേഹത്തിന്റെ വമ്പിച്ച ആ സൃഷ്ടിരൂപം ചക്രവാളത്തിൽ ഉപരിഭാഗം മുഴുവനും മൂടുമായിരുന്നു. ഇതിനെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ. അദ്ദേഹം ശരിക്ക് യഥാർത്ഥ രൂപത്തിൽ നിലകൊണ്ടു. അദ്ദേഹം ഉന്നതമായ മണ്ഡലത്തിലായിരുന്നു. ഇങ്ങനെ 2 പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നേർക്ക് അദ്ദേഹത്തിന്റെ രൂപത്തിൽ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ജിബ്രീലിനെ നേരിട്ട് കാണാൻ പോലും കഴിഞ്ഞിട്ടുണ്ട്. അത്രയും മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും, വമാ സ്വാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരനായ ആ പ്രവാചകനിൽ ഒരു ഭ്രാന്തന്റെ ഒരു അംശം പോലുമില്ല. അദ്ദേഹം വലിയ മാന്യനാണ്, മഹാനാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പഠിക്കാനും പകർത്താനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.